ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ച് എങ്ങനെയാണ് മീൻ പിടിക്കുന്ന ഒരു കൂട് തയ്യാറാക്കുന്നത്. ഇത് കുറച്ച് നാൾ മുമ്പ്, അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് പുതിയ പുതിയ പ്രേക്ഷകർ കൂടുതൽ വന്നിട്ടുണ്ട്. അവർക്ക് തപ്പിയെടുക്കാൻ പാടായതുകൊണ്ടായിരിക്കാം ഇത് ഒന്ന് ഇവിടെ ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം. അതായത് റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് 120 സെൻറ്റിമീറ്റർ നീളത്തിൽ വാരി ചീകി എടുത്തിരിക്കുകയാണ്. അതിൽ 12 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ലാപ്പ് ഇട്ടിട്ട്, ഇതാണ് ലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ റിംഗ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് സ്റ്റീലാണ് ഈ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും 2 റിംഗ് എടുത്തിട്ട് ഇതിൽ 6 വാരി നമ്മളിത് അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സർക്കിളിനകത്ത് ഒരു ഹെക്സാഗൺ ഇൻസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് അപ്പോൾ വേറെ കാര്യം ഓർക്കാം. അത് പഠിച്ചിരുന്നത് ഓർക്കുമായിരുന്നെങ്കിൽ കളക്ടറായതിനെന്ന് പറയാം. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കളക്ടറായില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അത് ഇതങ്ങനെ ഫ്രെയിം തയ്യാറാക്കുന്നത് ഞാൻ പറയാം. അതായത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് കൊണ്ട് നമ്മളിത് കട്ട് ചെയ്താൽ 6 പോർഷൻ കിട്ടും. 6 പോർഷനിൽ വാരി അടിച്ചാൽ കൃത്യമായി 6 അടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് വേറെ കാര്യം പറയാം. നമ്മൾ മേളിലൊരു വാരി അടിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാരി വെച്ചടിച്ചാൽ, പിന്നെ അതിൻ്റെ ഇപ്പറേ സൈഡിൽ തുല്യമായിട്ട് 2 വാരി ഇപ്പറേ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വക കണക്കുകളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു കണക്കിൻ്റെ കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ, ടെക് പരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഫ്രെയിം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മളിത് കൂടാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മീൻ കയറുന്ന കവാടം അഥവാ നാക്ക് എന്ന് ഉദ്ദേശിക്കുന്ന സാധനം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് അതിൻ്റെ പെർഫെക്ഷൻ പോലെ ഇരിക്കും നമുക്ക് മീൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൂടിന് വേണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് വലയാണ്. അത് ഈ കണ്ണിയുടെ വലിപ്പം വെച്ചിട്ട് ഞാനൊരു 17 കണ്ണിയുടെ വീതിക്കാണ് ഇത് എടുത്തേക്കുന്നത്. 17 കണ്ണിയുടെ വീതിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. ഇത് 6 പോർഷൻ ആണെങ്കിൽ ഇത് നമ്മൾ ചുറ്റും ഇങ്ങനെ കവർ ചെയ്യുന്നത് ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ 5 പോർഷൻ്റെ വീതി മതിയാവും ഇതൊരു നാക്കുണ്ടാക്കാൻ. അതായത് മീൻ കയറുന്ന കവാടം ഉണ്ടാക്കാൻ ഏകദേശമല്ല, അതായത് കണക്കാണ്. 5 പോർഷൻ, അതായത് 6 പോർഷൻ ഉണ്ട്. അതിലൊരു പോർഷനാണ് ഇത്. ഇത് വിട്ടിട്ടാണ് നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എത്ര മതിയാവും? 5 പോർഷൻ നമുക്ക് മതിയാവും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. എന്നിട്ട് നമ്മളിതെങ്ങനെ കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. 5 പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുത്തു. ഇനി ഇതുണ്ടോ, ഇതിങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക, നേരെ അടയ്ക്കുക. ഇങ്ങനെ അടയ്ക്കുക, കണ്ടോ, ഇങ്ങനെ അടയ്ക്കുക. അടയ്ക്കുന്നതിൻ്റെ മേൽഭാഗം, ഈ മേൽഭാഗം നമ്മൾ കൂട്ടി പിടിക്കുക. അത് ഏതെങ്കിലും ഒരു പോർഷൻ്റെ നടുഭാഗത്തായിട്ട് കണ്ടോ ഇങ്ങനെ വെക്കുക. എന്നിട്ട് വെക്കുന്നതിന് മുന്നേ കാണിച്ചു തരാം. അതിനകത്തുള്ള ഒരു കയറൂടെ കയറ്റി, കെട്ടത്തക്ക രീതിയിൽ ഒരു കയറൂടെ കയറ്റിയിട്ട് കണ്ടോ, 2 കണ്ണിലൂടെ കയറ്റിയിട്ട് ഇത് കൃത്യം പകുതിയാണ്. അത് നമ്മളിത് ഇവിടോട്ട് അങ്ങോട്ട് കെട്ടി വെക്കണം. ഏതെങ്കിലും ഒരു കണ്ണിൻ്റെ പോർഷനിലെങ്കിലും കെട്ടി വെക്കുക. ഇത് കെട്ടി വെച്ചതിന് ശേഷം ഈ നൂല് കണ്ടോ, ഈ നൂല് ഈ റിങ്ങിൻ്റെ ഇരട്ടി, ഇവിടം വരെ വരുന്നതിൻ്റെ ഇരട്ടി എടുത്തിട്ട് കട്ട് ചെയ്തിടുക. ഇതിനകത്തിന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. കത്തി ഇവിടെ വെച്ചു. ഇത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും കത്തി ഇവിടെ ഇരിക്കുന്നത്. കട്ട് ചെയ്തിടുക, മാറ്റിയിടുക. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 പോർഷൻ നമ്മൾ എടുത്തല്ലോ, നേരെ ഇങ്ങനെ പിടിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കുക. എന്നിട്ട് ഈ മേളിൽ പിടിച്ചിരിക്കുന്ന പോർഷനില്ലേ അതങ്ങ് വിട്ടേക്കുക. എന്നിട്ട് അത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വിരിച്ച് പിടിക്കുക. എന്നിട്ട് സെൻറ്ററാണെന്ന് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഏങ്കോണിച്ചിരിക്കും. സെൻറ്റർ എടുക്കുക, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇടുക. ഈ സെൻറ്റർ പോർഷൻ നമ്മൾ മേളിൽ കെട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് കെട്ടി വെക്കുക. ജസ്റ്റ് കെട്ടി വെച്ചാൽ മതിയോ, ബാക്കിയൊക്കെ വഴി പറഞ്ഞുതരാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക. അപ്പം ഇതകത്തേക്ക് ഇങ്ങനെ കിടക്കും. എന്നിട്ട് വേറെ 2 കെട്ടും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വരിച്ചിൽ വരുന്നത്. ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിക്കുക. എന്നിട്ട് ഇവിടുന്ന് തുടക്കക്കാരെ സംബന്ധിച്ചാണ് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരിക. ഇതിൻ്റെ എന്നിട്ട് ഇവിടെ സ്വല്പം എക്സസ് ഉണ്ടാവും. അതവിടെ ഇങ്ങനെ കടന്നോട്ടെ. എന്നിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടുക. അതായത് മൊത്തം പറഞ്ഞത് 4 കെട്ടാണ്. ആദ്യം നമ്മൾ കൂട്ടിക്കെട്ടി 2 വലയും കൂടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കെട്ടി. പിന്നെ ഇത് ഇരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ നാക്കിൻ്റെ ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടി, വരുന്നതിന് മുന്നേ തെന്നിപ്പോകാതിരിക്കാനും
ഷേപ്പ് മാറാതിരിക്കാനും വേണ്ടി നമ്മൾ ഓപ്പോസിറ്റായിട്ട് 4 കെട്ട്, ഈ 4 കെട്ടും ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷമാണ് നമ്മൾ വരിച്ചിൽ വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം നാക്കിൻ്റെ രൂപമായിട്ടുണ്ട്. ബാക്കി നമ്മൾ മൊത്തം വരിഞ്ഞ് പിടിപ്പിക്കുകയാണ്. ആദ്യം കെട്ടിയ നൂലിലേക്ക് പിടിക്കുക, കണ്ടോ, ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. കണ്ടോ, ഇത് വലയിൽ കൂടെ കയറ്റി റിങ്ങിൻ്റെ പുറത്ത് വശം വഴി എടുത്ത് അകത്തൂടെ വലയിൽ കൂടെ കയറ്റി പുറത്തിറക്കി ഇങ്ങനെ വലിച്ചിറക്കിയിടുക. എന്നിട്ട് അവിടെ ഒരു കെട്ട് കെട്ടുക. ഇത് വരിച്ചിലാണ്. നമ്മൾ വേലി കെട്ടുമ്പോൾ വേലി വരിയുന്ന പോലെ തന്നെ കെട്ടി പോരുക. ഇതിങ്ങനെ, ഇത് ഒത്തിരി അടുപ്പിച്ച് കെട്ടണമെന്നില്ല, കുറച്ച് അകലെ കെട്ടിയാൽ മതി. കാരണം ഇതിൽ ഇരുന്നാൽ മതിയാവും, പോകാതിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചുറ്റോടും നമ്മൾ മെടഞ്ഞെടുക്കും. എന്നിട്ട് നമ്മൾ നാക്കിൻ്റെ ഭാഗം ചെറിയ നൂലും സൂചിയും കൊണ്ട് വരിയും. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് മെടഞ്ഞെടുക്കണം, റിങ്ങി ചുറ്റും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് നൈസായിട്ട് വരിഞ്ഞിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരിച്ച് പിടിപ്പിക്കുന്നത്. ഇതിൽ കുറച്ച് അത്രയും പിന്നെ കണ്ടില്ല, ഇതിനകത്ത് കുറച്ച് എക്സസ് വന്നിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അകത്തോട്ട് വെച്ച് തയ്ച്ചാലും മതി. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്ക്, അതായത് മീൻ കയറുന്ന കവാടം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണിത്, ഈ പോർഷനാണത്. ഇത് നമ്മൾ നടക്കുന്നത് വെച്ചാൽ ചെറിയൊരു സൂചിയിൽ ഒരു നൂല് പുറത്തെടുത്തിട്ട് നമ്മളിത് ഈ കിടക്കുന്ന വരിച്ചിൽ കയറാത്ത രീതിയിൽ കെട്ടണം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. കയറ്റരുതെന്ന് പറയാനുള്ള കാരണം, അത് ഈ വരിച്ചിൽ കൂടി ടച്ച് ചെയ്യലെന്ന് പറയാനുള്ള വേറെ കാരണം ഞാൻ പറഞ്ഞുതരാൻ വഴിയെ. അതിനു മുമ്പ് ഈ നൂലിൻ്റെ തുമ്പത്തൊരു കെട്ടിടണം കേട്ടോ, അല്ലേ ഊരിപ്പോവും. എന്നിട്ട് നമ്മൾ താഴേക്ക് ഏത് മീനാണോ കയറാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നാക്ക് തയ്യാറാക്കണം. ഞാൻ ഈ കൂടിൻ്റെ നാക്ക് തയ്യാറാക്കുന്നത് ചെമ്മീനെ, കൊഞ്ച്, കാരി, വരാൽ, പള്ളത്തി, പരൽ, കുറുവ പോലുള്ള മീനുകൾക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. കൂട് ഇത്രയൊരു കൂട് 1 2 മിനിമം ഒരു 4-5 കൂട്, 5 കൂടൊക്കെ മതിയാവും. ഉണ്ടെങ്കിൽ നമുക്ക് കറിക്കുള്ള മീൻ സുലഭമായി കിട്ടും. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ കടവിൽ ഒക്കെ താഴെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ മതി. ഓരോ മീനും ഓരോ തീറ്റയാണ് സെറ്റ് ചെയ്യുന്നത്. തീറ്റ സെറ്റ് ചെയ്യേണ്ടാത്ത മീനുമുണ്ട്, അത് തന്നെ കയറുന്ന സാഹചര്യത്തിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ നാക്ക് വരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ 3 കെട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരാലിനൊക്കെ 2 കെട്ട് മതിയാവും. അതായത് റിങ്ങിലോട്ട് വെച്ച് കെട്ടാൻ ഞാൻ കാണിച്ചു തരാമേ, പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാലിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാത്രം കെട്ടിയാൽ മതിയാവും. അതായത് ഇങ്ങനെ നിൽക്കുക, അതായത് മീൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കയറിങ്ങി വരും. മറിച്ച് ചെമ്മീനൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കണം, ത്രികോണം പോലെ. അപ്പം അതിന് നമ്മൾ 3 നൂല് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആദ്യം തയ്ച്ച് നിർത്തിയെടുത്തൊരു കെട്ട്, അത് കഴിഞ്ഞ് ത്രികോണം പോലെ വരാൻ വേണ്ടി 2 കെട്ട്. എന്നിട്ടിത് നമ്മുടെ റിങ്ങിൻ്റെ ഫ്രെയിമിൻ്റെ 2ാമത്തെ റിങ്ങിൽ വെച്ച് കെട്ടണം. എടുക്കുക, ഇതുണ്ടത് ഇവിടെ ഒരു കെട്ട്. ഇനി ബെൻസിൻ്റെ ചിഹ്നം പോലെ ഇനി കെട്ട് കഴിയുമ്പോൾ നേരെ തിരിക്കുക, ത്രികോണാകൃതി വരത്തക്ക രീതിയിൽ നമ്മൾ കെട്ടണം. ഡിഗ്രി 120 ഡിഗ്രി ആയിരിക്കും കെട്ട് വരിക. ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്. അപ്പം 3 പോർഷൻ കൃത്യമായിട്ട് വരുവാണെന്ന് പറഞ്ഞാൽ 120 × 3. അതായത് ഈ 2 കെട്ടുകൾ തമ്മിലുള്ള കോണാങ്കിൾ കവർ ആംഗിൾ കോണ് വരുന്നത് നമ്മൾ 120 ഡിഗ്രിയാണ്. അപ്പം ഇതാണ് കൂടിൻ്റെ നാക്കെന്ന് പറയുന്നത്. ഇപ്പത്തൊന്നും കാണിച്ചു തരാം. ഇതിലെയാണ് മീൻ കീറുന്നത്. ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ ഈ റിങ്ങോ ഫ്രെയിമോ ഒടിഞ്ഞതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, മീൻ ഇതിനകത്ത് കീറും. അപ്പോൾ നമുക്ക് ബാക്കിയോടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സുഹൃത്തുക്കളെ, കാലെല്ലാം ഗ്ലൗസ് ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊന്ന് മടങ്ങിയിട്ട് ചെറിയ പൊട്ടലുണ്ടായിരുന്നു. ആദ്യത്തെ ആഴ്ച നമ്മൾ കാര്യമാക്കിയില്ല. നീര് മാറാത്തപ്പോൾ നമ്മളോട് എക്സ്റേ എടുത്തപ്പോൾ പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്. ആ പ്ലാസ്റ്റർ അഴുക്കാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മേളിൽ കൂടി കവർ തയ്ച്ചിട്ടേക്കുവാണ്.
അപ്പോൾ റെസ്റ്റാണ്, പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ബാക്കി ചെയ്ത് കാണിക്കാം കേട്ടോ. ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാ സംഭവം, അത് നമ്മൾ വിശദീകരിച്ചാൽ. അപ്പോൾ ഇതിനെ കവർ ചെയ്യുന്ന വലയും കൂടെ ഇട്ടിട്ട് നമുക്ക് തീർക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നാക്കിൻ്റെ ബേസാണിത്, അതായത് നാക്കിൻ്റെ അല്ലെങ്കിൽ കൂടിൻ്റെ ബേസാണിത്. അപ്പം ബേസ് നമ്മൾ ഇങ്ങനെയാണ് കൂട് വെക്കുന്നതെങ്കിൽ വരിച്ചിൽ വരുമ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരികയുള്ളൂ. അതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിലല്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ സംഭവം. അതായത് നമ്മൾ വല ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബേസിൻ്റെ അവിടെ വല കവർ ചെയ്യുന്ന തയ്യൽ വരണം ഇവിടെ. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ വരാല്, കാരി, ചെമ്പല്ലി പോലുള്ള മീനുകൾ മേളി വന്ന് ഏറെടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ കൂട് അതിനെ വെക്കുന്നെങ്കിൽ വാട്ടർ ലെവലിന് മേളി വെക്കണം. വാട്ടർ ലെവലിന് മേളി വെക്കുമ്പം എലി വെട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ വരിച്ചിൽ, അതായത് കൂട് കവർ ചെയ്ത് വരുന്ന വരിച്ചിൽ ഇതിലെയാണെങ്കിൽ എലി ഈ ഒരു നൂലെ കട്ട് ചെയ്താൽ ഇത് ഫുള്ള് തുറന്നു പോകും. മറിച്ച് വരിച്ചിൽ താഴെയാണെങ്കിൽ എലി അവിടെ വെട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇവിടെ വെട്ടിയാലും 1-2 കണ്ണി മാത്രമേ മുറിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്യാം. അതായത് നൂലെടുക്കുമ്പം ഇതിൻ്റെ ഇരട്ടി എടുക്കണം. അതായത് ഒരു സർക്കിളിൻ്റെ ഇരട്ടി എടുത്താൽ നമ്മളിത് റിങ്ങിൻ്റെ ഇതിൽ വല തയ്ച്ചെടുക്കുകയും ചെയ്യാം, താഴേക്ക് തയ്ച്ചെടുക്കുകയും ചെയ്യാം. വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ നാക്ക് പിടിപ്പിക്കുന്ന സമയത്ത് ആ കെട്ടിൽ എന്തുകൊണ്ട് കയറ്റി കെട്ടണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കാലപ്പഴക്കത്തിൽ ഈ ഫ്രെയിം ഒന്ന് ഒടിഞ്ഞു പോകാമെന്ന് കരുതിക്കോ. നമുക്ക് ഒടിഞ്ഞു പോയാലും വേറെ കൂട് വല തയ്ച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ കാണുന്ന കയറുകൾ, ഈ കാണുന്ന നൂലുകൾ കട്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് ഈ കൂടിൻ്റെ വല കൊണ്ടുള്ള സ്ട്രക്ചർ നമുക്ക് അതേപടി നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വരിഞ്ഞേക്കുന്ന നൂലയിലൊന്നും കയറാത്ത രീതിയിൽ ഈ വലയും നാക്കിൻ്റെ വലയും മാത്രമായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂല്, അതായത് ഈ നൂലില്ലേ, ഈ നൂല് കയറാൻ പാടില്ല. ഈ നൂല് കവർ, അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് ഇങ്ങനെ കയറ്റിയെടുക്കാൻ പാടില്ല. ഇങ്ങനെ കയറ്റിയെടുത്താൽ ഈ നൂല കണക്ഷനുണ്ട്. ആ കണക്ഷൻ വരാത്ത രീതിയിൽ തയ്ച്ചെടുത്താൽ ഈ ഫ്രെയിം ഒടിഞ്ഞു പോകണം. ഈ നൂല കട്ട് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചൂരി എടുത്താൽ പോവും. ഇതേ അളവിൽ വേറൊരു ഫ്രെയിം ഉണ്ടാക്കിയാൽ ഈ വല അതേ കയറ്റി വെച്ചാൽ മതി. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടും ഇത് അത്ര പെട്ടെന്ന് ദ്രവിച്ചോ മറ്റു കാര്യങ്ങളോ പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ വല മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഫ്രെയിം ഒടിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഇതേ അളവിൽ വേറൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഇത് കയറ്റിയിടാവുന്നതാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് കണക്ക് നമ്മൾ മൊത്തം വരിഞ്ഞെടുക്കണം. ഈ ഫ്രണ്ട് വശം, അത് കഴിഞ്ഞിട്ട് താഴേക്കൂടെ വരിയുമ്പോൾ പിന്നെ അതിനൊരു ഹാൻഡിലൂടെ പിടിപ്പിക്കുമ്പോൾ ഇതൊരു മീൻ കൂടായി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതിൻ്റെ മൗത്ത് നമ്മൾ തയ്ച്ച് തീർത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കെട്ടിടണം. എന്നിട്ടാണ് നമ്മൾ താഴേക്ക് വരിയുന്നത്. നമ്മൾ താഴേക്ക് വരിയുന്നതൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പെർഫെക്ഷനെ സംബന്ധിച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ കയറി ഇറങ്ങിയും വരികയില്ല. ഇനി ഇവിടുന്ന് ഇത് കണ്ടോ, ഈ പോർഷൻ നമ്മൾ കൂടിൻ്റെ മേളിലാണെങ്കിലാണ് എലി വെട്ടിയാൽ പോകുന്നത്. അതായത് ഈ നൂല് ഇതിലേക്ക് ഓടുവാണെങ്കിൽ എലി വെട്ടിയാൽ ഇത് മൊത്തം പോകും. അതുകൊണ്ടാണ് നമ്മൾ കൂടിൻ്റെ ബേസിൻ്റെ താഴെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് വരിഞ്ഞ് ചേർക്കണം. അപ്പോൾ ഇതിങ്ങനെ വരിഞ്ഞ് തീരുമ്പോൾ എന്നിട്ട് എക്സസ് ഉള്ള നമ്മുടെ വല കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൂടായിട്ട് കിട്ടും. പിന്നെ ഒരു ഹാൻഡിലും കൂടെ സെറ്റ് ചെയ്താൽ മതി. ഇതാണ് നെറ്റ് വർക്ക്. അപ്പോൾ നമ്മുടെ കൂട് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗം വരെ നമ്മൾ തയ്ച്ചിട്ട് നമ്മളിത് കെട്ടണം. ഇതിൻ്റെ പെർഫെക്ഷനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇത് കറക്റ്റാണെങ്കിൽ നമ്മുടെ അളവും നമ്മുടെ ശ്രദ്ധയും എല്ലാം കറക്റ്റാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് അപ്പുറേ വരുമ്പോൾ നേരെ കിട്ടും. ഏതെങ്കിലും ഒരു കണ്ണ് കീറിയോ ഇറങ്ങിയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് നമുക്ക് നേരെ കിട്ടില്ല. നമ്മൾ കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ അപ്പുറേ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനാണ് ക്വാളിറ്റി ആൻഡ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിപ്പം ഇപ്പുറയിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതപ്പുറേ നമ്മുടെ നൂല് തയ്ച്ചിരിക്കുന്ന അതിൻ്റെ അപ്പുറത്താണെങ്കിൽ നമ്മൾ
ഇത്രയും നാളും ചെയ്തത് ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മോശമാണ്. കറക്റ്റാണെങ്കിലും നമ്മൾ പെർഫെക്റ്റാണ്. ഓരോ മുട്ടളവ് നോക്കിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കറക്റ്റാണ് കേട്ടോ. 2 കണ്ണി തുല്യമാണ്. ഇതിനാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ കൂടെന്ന് പറയുന്ന സാധനം. കണ്ടത് നമ്മൾ പുതിയ വലയാണെങ്കിൽ പോലും നമ്മുടെ ഈ കൂടിൻ്റെ നെറ്റൊന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. കാരണം എവിടെയെങ്കിലും മനുഷ്യൻ്റെ കണ്ണുകേടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറുന്ന ചെമ്മീനാണ് കയറുന്നെങ്കിൽ ഇത് ഇറങ്ങിപ്പോകും. അതായത് ഒരു കണ്ണി പൊട്ടിക്കിടന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് മീൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡിൽ തയ്യാറാക്കേണ്ടത്. ഇതാണ് നമ്മൾ നേരമായിട്ട് റെഡിയാക്കിക്കൊണ്ടിരുന്ന സാധനം. ഇനി ഇതിന് ഹാൻഡിലൂടെ പിടിപ്പിച്ചാൽ കഴിയും. ഇത് 2-in-1 ആണ്. ഹാൻഡിൽ വിട്ട് മൂട് കിട്ടുന്ന കയർ ഉൾപ്പെടെയാണിത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ പിന്നിൽ കെട്ടുക, തിരിച്ചു വെക്കുക. ഒരു ഇത്രയും നീളം കണ്ടോ. കൂടിൻ്റെ അവിടെ നിന്ന്, അതായത് കൂടിൻ്റെ ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 അടി അതുകൂടെ എടുത്താൽ ഇതിൻ്റെ നടുക്ക് ഒരു കണ്ണി കൂടെ കയറ്റിയിട്ട് ആ കണ്ണി കൂടെ തന്നെ ഇറക്കണം. അപ്പം മീൻ ഇതിനകത്ത് വരാലോ ചെറുമീനോ കയറി ഇടിച്ചാൽ ഇത് പൊട്ടിപ്പോകത്തില്ല. അതായത് ഇതിനകത്തോടെ ഇങ്ങനെ ഇറങ്ങി വരും കണ്ടോ. അല്ലാതെ ഇത് ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇടി വെച്ചാൽ ഇവിടുന്ന് കീറിപ്പോകും. ഇതാകുമ്പോൾ മീൻ ഇടിച്ചാലും ഇത് ഇങ്ങോട്ട് കണ്ട് തെന്നി മാറത്തേ ഉള്ളൂ. നമ്മുടെ കൂടുതൽ നാശനഷ്ടം സംഭവിക്കത്തില്ല, മറിച്ച് മീനും പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വലിക്കുക, കെട്ടുക. അപ്പോൾ അതെ നമ്മുടെ കൂട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് കണക്കാണ് നമ്മൾ കൂടുണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ കവാടമാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. മീൻ കയറാനുള്ള വശം അത് നല്ലതാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രെയിം ഒടിഞ്ഞാണെങ്കിൽ പോലും മീൻ കയറും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. വേറെ കാര്യം കൂടെ, ഇത് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി മീൻ പിടിക്കുകയാണെങ്കിൽ എന്നെ കൂടെ അറിയിക്കണം കേട്ടോ. ദക്ഷിണയൊന്നുമില്ല, അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം, ബൈ.